ടൗണിലേക്ക് 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ 4 ബെഡ്റൂമുകളുള്ള അതിമനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രൊജക്ട് വരുന്നത്. ഇതിലെ ആദ്യത്തെ വില്ലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഇന്റേണൽ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ടാർ റോഡിലാണ്. 4.6 മീറ്റർ ആണ് ഇവിടുത്തെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇന്റേണൽ റോഡിൽ നിന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. ഏകദേശം 15 അടി നീളവും 9.8 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയായിട്ട് രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ഏകദേശം 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. എലിവേഷന്റെ ഭംഗി കൂട്ടാൻ ഇവിടെയായിട്ട് വിൻഡോയുടെ താഴ്ഭാഗം ക്ലാഡിംഗ് ടൈൽസ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. കിണറിന്റെ ഹാഫ് പോർഷൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. അവിടെയായിട്ട് വർക്ക് ഏരിയ കാണാം. ഈ ഭാഗത്ത് 5 അടിയോളമാണ് വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. വീടിന്റെ ഈ കോർണറിലായിട്ട് അത്യാവശ്യം കായ്ഫലമുള്ള ഒരു തെങ്ങ് തന്നെയാണ് ഉള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. 10 അടിയോളം നീളവും 4 അടിയോളം വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ സിംഗിൾ ഡോർ ആയിട്ടാണ് ഈ പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഇതിന്റെ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ലിവിംഗ് റൂം വരുന്നത്. 14 അടി നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിന്റെ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ വളരെ ഭംഗിയായിട്ട് തന്നെ വാൾപേപ്പർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ വളരെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സമീപത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. 13 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. കിച്ചണിൻ്റെ ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്കുള്ളത്. ഇവിടെയായിട്ടാണ് സിങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗം കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഈ ബെഡ്റൂമിന് 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. ഈ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. 10 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കയറി വരുന്നത് വളരെ വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു സ്പേസിൻ്റെ ഈ കോർണറായിട്ട് നമുക്ക് ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മെയിൻ ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിലത്തെ നിലയിലെ 14 അടിയിലേറെ നീളവും 13.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമ്മളിപ്പോൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണുള്ളത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് വലിയൊരു വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലാണുള്ളത്. ഇവിടെയായിട്ടൊരു വാഷ് ബേസിനും വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. 14 അടിയോളമാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് പോകാം. 14 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമുള്ള ഒരു വിശാലമായ ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, കൊച്ചിൻ ആൻഡ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്കും കാക്കനാടേക്കും 11 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 6 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.